ചന്ദ്രനിൽ ചൂളം വിളിച്ചു പായുന്ന ട്രെയിൻ. എന്ത് നല്ല നടക്കാത്ത സ്വപ്നം എന്നാണോ മനസ്സ് പറയുന്നത്? എന്നാൽ അങ്ങനെ എഴുതി തള്ളേണ്ട. ചന്ദ്രോപരിതലത്തിൽ ട്രെയിൻ സർവീസും റെയിൽവേ സ്റ്റേഷനും എല്ലാം തുടങ്ങാനുള്ള ആലോചനയിലാണ് ഇപ്പോൾ നാസ. പദ്ധതിയുടെ സാധ്യതാ പഠനങ്ങളെല്ലാം ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഫ്ലെക്സിബിൾ ലെവിറ്റേഷൻ ഓൺ എ ട്രാക്ക് അഥവാ ഫ്ലോട്ട് എന്ന പേരിലാണ് നാസ പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നതെന്ന് ശാസ്ത്ര വെബ് പോർട്ടലായ സയൻസ് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്നു. ചന്ദ്രനിലേക്ക് വിക്ഷേപിക്കുന്ന പേടകങ്ങളിലുള്ള പേലോഡിന് സുഗമമായി ചന്ദ്രോപരിതലത്തിലൂടെ സഞ്ചരിക്കാനുള്ള സൗകര്യമൊരുക്കുകയാണ് നാസ പ്രാഥമികമായി ലക്ഷ്യമിടുന്നത്. റോബോട്ട് ആയിരിക്കും ഈ ട്രെയിനെ നിയന്ത്രിക്കുക എന്നും റിപ്പോർട്ട് വരുന്നുണ്ട്. ബഹിരാകാശത്തെ പുത്തൻ പര്യവേക്ഷണങ്ങളുടെ ഭാഗമായി സയൻസ് ഫിക്ഷൻ സ്വഭാവത്തിലുള്ള പദ്ധതികൾ വികസിപ്പിക്കാൻ നാസ ആരംഭിച്ച നാസാസ് ഇന്നോവേറ്റീവ് അഡ്വാൻസ്ഡ് കൺസെപ്റ്റ് പ്രോഗ്രാം അഥവാ നിയാക് ആണ് ചന്ദ്രനിലെ റെയിൽവേ പദ്ധതിയെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നത്. 2030 ചന്ദ്രോപരിതലത്തിലൂടെ ചരക്കു ഗതാഗതം സാധ്യമാക്കുകയാണ് നാസ ലക്ഷ്യമിടുന്നത്. ചന്ദ്രനിൽ പേലോഡ് ഗതാഗതത്തിനായി ആശ്രയിക്കാൻ കൊള്ളാവുന്ന സ്വയം നിയന്ത്രിതവും കാര്യക്ഷമവുമായ ആദ്യത്തെ റെയിൽവേ സംവിധാനം ഒരുക്കുകയാണ് നാസയുടെ ലക്ഷ്യമെന്ന് പ്രൊജക്ട് തലവൻ എഥാൻ സ്കാലർ വെളിപ്പെടുത്തി. നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ റോബോട്ടിക്സ് എഞ്ചിനീയർ ആണ് എഥാൻ. ഒരു ബ്ലോഗ് പോസ്റ്റിലൂടെയാണ് വിസ്മയിപ്പിക്കാൻ പോകുന്ന നാസയുടെ പുതിയ പദ്ധതിയെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയത്. പദ്ധതിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും ആലോചനകളും എല്ലാം എഥാൻ വിശദമായി സംസാരിക്കുന്നുണ്ട്. മാഗ്നറ്റിക് റോബോട്ടുകളായിരിക്കും ട്രെയിനുകൾ നിയന്ത്രിക്കുകയെന്ന് ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നു. ചക്രങ്ങളോ കാലുകളോ ട്രക്കുകളോ ഒക്കെയുള്ള റോബോട്ടുകളാണ് സാധാരണ ചാന്ദ്ര പര്യവേക്ഷണങ്ങളിൽ ഉൾപ്പെടെ ഉപയോഗിച്ചു പോരുന്നത്. എന്നാൽ അവയിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും ഈ റോബോട്ടുകൾ. റോബോട്ടുകൾക്ക് ചലിക്കുന്ന അവയവങ്ങളും ഉണ്ടാകില്ല. ചന്ദ്രനിലെ പൊടിപടലങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി ട്രാക്കിന് മുകളിലൂടെ ഒഴുകി നടക്കുകയാകും റോബോട്ട് ട്രെയിനുകൾ ചെയ്യുകയെന്നും എഥാൻ പറയുന്നു. റെയിൽവേ ട്രാക്കുകളും നമ്മൾ കണ്ടു പരിചയിച്ചതിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ നാട്ടിലെ റോഡ്, റെയിൽവേ, കേബിൾ വേ സംവിധാനങ്ങളെ പോലെ ചന്ദ്രോപരിതലത്തിൽ ട്രാക്കുകൾ നേരത്തെ നിർമ്മിച്ചു വെക്കില്ല. റോബോട്ട് ഉപരിതലത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കുന്നതനുസരിച്ച് പായ നിവർത്തും പോലെ, ചുരുൾ നിവരുന്ന പോലെ ആയിരിക്കും ട്രാക്കുകൾ സജ്ജമാക്കുക. ഏതു തരത്തിലുള്ള പേലോഡ് സാധന സാമഗ്രികളും ആവശ്യമായ വേഗത്തിൽ കൊണ്ടുപോകാൻ ഫ്ലോട്ട് റോബോട്ടുകൾക്കാകും. വൻ സജ്ജീകരണങ്ങളുള്ള ട്രെയിനിൽ 10 ലക്ഷം കിലോഗ്രാം ഭാരമുള്ള സാധനങ്ങളുമായി ഒരു ദിവസം കിലോമീറ്ററുകൾ ദൂരം താണ്ടാനും ഈ റോബോട്ട് ട്രെയിനുകൾക്കാകും. അടുത്ത ഘട്ടത്തിൽ ചന്ദ്രനിലൂടെ മനുഷ്യരെ വഹിച്ചു കൊണ്ടുപോകാവുന്ന തരത്തിൽ ഫ്ലോട്ട് ട്രെയിനുകൾ വികസിപ്പിക്കുമെന്നും ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നുണ്ട്. ചന്ദ്രോപരിതലത്തിലെ മനുഷ്യ പര്യവേക്ഷണങ്ങൾക്ക് വേണ്ട സജ്ജീകരണങ്ങളുമായിരിക്കും റോബോട്ടുകളെ വികസിപ്പിക്കുക. മനുഷ്യന്റെ ചാന്ദ്ര പര്യവേക്ഷണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വെല്ലുവിളികൾക്കെല്ലാം ഇതുവഴി വലിയ അളവിൽ പരിഹാരം കാണാനാകുമെന്നാണ് നാസ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും നാസയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായാൽ മനുഷ്യ കണ്ടുപിടുത്തങ്ങളുടെ ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലായി മാറുമതെന്ന് ഉറപ്പാണ്. ഇപ്പോൾ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെങ്കിലും അധികം വൈകാതെ വിസ്മയിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമായി റോബോട്ട് ട്രെയിനുകൾ ചന്ദ്രന്റെ ഉപരിതലത്തിലൂടെ ഉരുണ്ടു തുടങ്ങില്ലെന്ന് ആരു കണ്ടു?